യു ആർ ഡ്രിവൻ ടു ദ വാൾ വർക്കിച്ചൻ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇനിയും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. സോ ഗിവൻ ആൻഡ് കോഓപ്പറേറ്റ്. വിജിലൻസ് ഡയറക്ടറെ കൊലപ്പെടുത്താനുള്ള തീരുമാനം ജോൺ വർഗീസ് നിങ്ങളെ കാലേക്കുട്ടി അറിയിച്ചിരുന്നു? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. യെസ്, ഹി ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. ഗുഡ്. പിന്നെ എപ്പോഴാണ് കൊലയുടെ ഡീറ്റെയിൽസ് ജോൺ വർഗീസ് നിങ്ങളോട് പറഞ്ഞത്? വർമ്മ കൊല ചെയ്യപ്പെട്ടുവെന്ന് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജെയിംസ് ടോക്കിയോയിൽ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്. ഉടനെ ഞാൻ ജോൺ വർഗീസിനെ വിളിച്ചു. അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞത്. Who did it? ആരാണ് വർമ്മയുടെ കൊലപാതകി? മുസാഫിർ? ഇതിലും വ്യക്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വർക്കിച്ചന് ഞങ്ങൾക്ക് തരാൻ കഴിയുകയില്ല. മുസാഫിർ എന്ന പേര് കേട്ടപ്പോഴേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. പറഞ്ഞോ, അവനല്ലയോ വർമ്മ സാറിനെ കൊന്നത്? വർക്കിച്ചൻ? അതെ, മുസാഫിർ തന്നെയാ. Tell me more about him. ആരാണ് ഈ മുസാഫിർ? അവൻ എവിടെ ഉണ്ട് ഇപ്പോ? എന്താണ് നിങ്ങളുടെ ഗെയിം പ്ലാനിൽ അവന്റെ റോൾ? എനിക്കറിയില്ല. അയാളെ കുറിച്ചൊന്നും എനിക്കറിയില്ല, സത്യം. That's a lie, വർക്കിച്ചൻ. നിങ്ങൾ പറയുന്ന ഓരോ കള്ളവും ആ മെഷീൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളങ്ങളെല്ലാം നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളാവും. മുസാഫിറിനെ കുറിച്ച് നിങ്ങൾക്ക് പലതും അറിയാം. And you are going to spit it out. മുസാഫിർ അയാളൊരു മത തീവ്രവാദിയാണല്ലേ? A traitorist? ഇവിടെ അയാളുടെ ഐഡന്റിറ്റി എന്താണ്? അറിയില്ല സാർ, സത്യമായിട്ടും എനിക്കറിയില്ല സാർ. ആ ഒരു കോണ്ടാക്ട് മാത്രം ജോൺ വർഗീസ് എനിക്ക് തന്നിട്ടില്ല സാർ. അത് അയാളുടെ മാത്രം രഹസ്യമാണ്. കൊച്ചി കേന്ദ്രമാക്കി നിങ്ങൾ നടത്തുന്ന ഹവാല ഇടപാടുകളുടെ പ്രൊട്ടക്ടറാണ് മുസാഫിർ. ഡു യു അഗ്രി? അയ്യോ, സത്യമായിട്ട് അങ്ങനെ ഒരു ഹവാല ഇടപാടിനെ കുറിച്ച് എനിക്ക് അറിയത്തേ ഇല്ല. മാതാവാണേ സത്യം. പോത്തൻ, ഇയാളെ അറിയൂ? കസ്റ്റംസ് അസിസ്റ്റന്റ് കളക്ടർ വേണുഗോപാൽ. കൊച്ചി പോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നിരുന്ന വിശ്വസ്തൻ. ആദ്യമായി ജോൺ വർഗീസിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും ഡീൽ സംസാരിച്ചുറപ്പിക്കുന്നതും ഇയാളുടെ പ്രസൻസിലായിരുന്നു അല്ലേ? അതെ സർ. എനിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായാൽ എന്നെ രക്ഷിച്ചോളാമെന്ന് ഇദ്ദേഹമാണ് അന്ന് എനിക്ക് വാക്കുന്നത്. ഇവര് ഷിപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? ഇല്ല സർ, അത് തിരക്കണ്ടെന്ന് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു. ഓ, ഇടയ്ക്ക് ഡീലിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങിയ വേണുഗോപാലിനെ ജോൺ വർഗീസ് ബ്ലാക്ക്മെയിൽ ചെയ്തു. മകളുടെ ഒരു പോർണോ വീഡിയോ ക്ലിപ്പ് വെച്ച്, ശരിയല്ലേ? അതെ സർ. താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഒരാഴ്ചക്ക് മുമ്പ്. ഇനിയും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞിട്ട് കാര്യമില്ല വർക്കിച്ചൻ. വേണുഗോപാൽ വിൽ വൗച്ച് അഗൈൻസ്റ്റ് യു ഇൻ കോർട്ട്. ആൻഡ് നൗ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജോൺ വർഗീസ് അല്ലാതെ മുസാഫിറിനെ അറിയുന്ന മറ്റാരെങ്കിലും അയാളുടെ സഹോദരൻ മാത്യു വർഗീസ് എലിയാസ് മോനായി? ഇല്ല, അവൻ അറിയത്തില്ല. പക്ഷേ സ്റ്റീഫൻ അറിയാം. അവനാ ജോൺ വർഗീസും മുസാഫിറും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അറേഞ്ച് ചെയ്യുന്നത്. അവസാനം അവർ തമ്മിൽ കണ്ടത് എന്നാണെന്നറിയാം? അതറിയത്തില്ല. പക്ഷെ ഒക്ടോബർ 14-ാം തീയതി കോടനാട് കാട്ടിലെ ഫാം ഹൗസ് വെച്ച് അവർ തമ്മിൽ കണ്ടിരുന്നു. കൂടെ സ്റ്റീഫനും ഉണ്ടായിരുന്നു. ഒക്ടോബർ 14. അന്ന് അതേ ഫാം ഹൗസിൽ വെച്ചാണ് ഹവാല ഡീലർ യൂസഫ് ഖാനെ ജോൺ വർഗീസ് മീറ്റ് ചെയ്യുന്നതും കൊലപ്പെടുത്തുന്നതും. അതേസമയം ഫാം ഹൗസിൽ രഹസ്യമായി എത്തിയ സുഹ്റ മുസാഫിറിനെ നേരിൽ കണ്ടിരിക്കണം. എവിടെയാണ് നിന്റെ ജോൺ വർഗീസ്? ഏത് മറ്റെടുത്താണ് അവനെ കൊണ്ട് ഒളിപ്പിച്ചേക്കുന്നത്? എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. മാഞ്ഞുരാൻ, ജോൺ വർഗീസ് എവിടെയാണെങ്കിലും അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം. പ്രസിഡന്റിനെയും സ്പീക്കറെയും നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും റെഡ് അലർട്ട് കൊടുത്തു കഴിഞ്ഞു. ജോൺ വർഗീസിന് രാജ്യം വിട്ടുപോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ചന്ദ്ര, വാട്ട്സ് യുവർ നെക്സ്റ്റ് മൂവ്? ഡ്രാസ്റ്റിക് സർ, സംതിങ് വെരി ഡ്രാസ്റ്റിക്.
എവിടെ ജോൺ വർഗീസ്? പറയടാ, എനിക്ക് അവനെയാണ് വേണ്ടത്. പറയാൻ For trust, DIG Crimes. Connect me to the chairman, please. ജോബ് ഓൺ ഹാൻഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പിങ്ങിനാണ് നമ്മൾ പോകുന്നത്. ഫയർ ഓൺലി ഓൺ മൈ കമാൻഡ്. ഈ ഗൂഢനീക്കത്തിൽ കണ്ണികളായ എല്ലാവരെയും എനിക്ക് ജീവനോടെ വേണം. ഗെറ്റ് മീ? സർ, ലെറ്റ്സ് ഗോ.